നന്ദി പറയുന്നത് എന്നെ ക്ലാര ഏൽപ്പിച്ചത്. നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾക്കും പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്. ഭക്തിഗാനത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വിശുദ്ധമ്മയുടെ പാട്ട് എഴുതാൻ പറ്റിയത്. ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളത്, ജിജു ഒരു കൊച്ചു കാര്യം പറഞ്ഞു, ഇത് ചെറിയ വലിയ സിനിമയാണ്. ബൈബിൾ പറയുന്നുണ്ട്, നിന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെയും നിന്റെ അന്ത്യം മഹത്തരമായിരിക്കും. രണ്ട് ഭാഗം, ഇന്റർവ്യൂവിന് ശേഷമുള്ള രണ്ട് ഭാഗം. അപ്പൊ ഇത് നമ്മള് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസോ സൂപ്പർ സ്റ്റാർസോ അങ്ങനെ നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാർ ആണ് ഇത് അഭിനയിച്ചതെങ്കിൽ ഈ 4 മേഖലയിൽ വെച്ച് നിങ്ങൾ പ്രീഡിറ്റർമെന്റ് ആയിപ്പോകും. ഇത് എവിടേക്കാണ് ഈ കഥ പോവാ, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതങ്ങനെയാണ് ഡോക്ടർ സുരേഷിനെ ചൂസ് ചെയ്തത്. ഞാൻ കാത്തുവച്ച മൊഴികൾ മറവാതാകമേ trials I the forbidden fruit ones. ഇത്ര ഇമോഷണലായിട്ട് ഞാൻ കരഞ്ഞ് അഭിനയിച്ച ഒരു പടമാണ്. കാരണം ഞാനത് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഡബ് ചെയ്യാൻ നേരത്തെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെന്ന്. ഡബ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അതുപോലെ കരയാൻ പറ്റിയില്ല സ്റ്റുഡിയോയിൽ നിന്ന്. അപ്പോൾ സാജു എന്നോട് പറഞ്ഞു, ഇത് അജിത്ത് ചെയ്തോ, അജിത്ത് തന്നെ ചെയ്യണം. ഞാനത് എൻ്റെ ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വന്നത് ഇടയ്ക്കെപ്പോഴോ ക്ലാരയോട് ജെറി വളരെ ഇന്റൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ക്ലാര നിനക്ക് എന്ത് പറ്റി, ഞാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ ഇതിലെ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആ ഫാദർ തന്നെയാണോ ഈ ഫാദർ? അപ്പൊ സ്വന്തം വീട്ടില് അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ആ ഇളയ കുട്ടി സ്വീകരിക്കണം. ഹലോ പപ്പ. അവിടെ മുതൽ ജെറിയുടെ ട്രാവൽ ആരംഭിക്കണം.